ഇത് ഇതൊക്കെ അറിയില്ലാന്ന്. കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ച് മറ്റേതല്ലേ. ഹേ ഗായ്സ്, വെൽക്കം ടു മണവാളൻ ഫാമിലി. അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഗസ് ദ ഫീമെയിൽ പ്രൊഡക്റ്റ് ചലഞ്ച്. അപ്പൊ ഞാൻ ഓൾറെഡി ഫീമെയിൽ ആയതുകൊണ്ട് എനിക്കെല്ലാം അറിയാലോ. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഗസ് ചെയ്യാൻ പോകുന്നത് ആരാ? നമ്മുടെ മണവാളൻ. മണവാളൻ ഒരു ബ്രദറാണ്, ഹസ്ബൻഡാണ്, മകനാണ്. അപ്പൊ മണവാളൻ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോ പ്രൊഡക്ട്സ് കാണിക്കുന്നത്. ബ്രദറാണോ? എന്റെ എനിക്കൊരു പെങ്ങളില്ലോ. അങ്ങനെ സിനിമയുടെ ഡയലോഗ് അലച്ച് അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്. അല്ല, എന്റെ ഹസ്ബൻഡ്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഓരോ പ്രോഡക്ട്സ് കാണിക്കുമ്പോഴും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പൊ അതിനൊക്കെ ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ടോ നമുക്ക് നോക്കണ്ടേ? ഓക്കെ, ലെറ്റ്സ് ആദ്യത്തെ പ്രൊഡക്റ്റ് എടുക്കാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ എളുപ്പമുള്ള അതിനെ എടുത്തേക്കണത്. ഇങ്ങനെ ഡിഫിക്കൽട്ടി കൂടി കൂടി വരും. അത് തുറക്കണ്ട നോക്കുക എന്താണ്. സ്റ്റാർ സ്റ്റക്സ് ബൈ സണ്ണി ലിയോൺ. ഇത് എന്താന്ന് എനിക്കറിയാം. സണ്ണി ലിയോൺ ആരാന്ന് അറിയാം, ഇതെന്താന്ന് അറിയാം. ഇത് സണ്ണി ലിയോണിന്റെ ബ്രാൻഡായ സ്റ്റാർ സ്റ്റക്സിന്റെ മസ്കാര. മസ്കാര എന്താ വെച്ചാല് ഇതെടുത്തിട്ട് കണ്ണിങ്ങനെ അല്ലേ? ആ കൈയ്യടി ശബ്ദം ഇടൂ. ഇത് ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള തരൂ. ഇതെന്താന്ന് വെച്ചാല് ബ്ലേഡ്, അത് മുറിക്കാനുള്ളതല്ല, പിരികം ഇങ്ങനെ ഷേപ്പ് ചെയ്യണ ബ്ലേഡ്. ഐബ്രോ അത് സമ്മതിച്ചതിന്റെ പേര് പറ. ഐബ്രോ ഇറേസർ ആണോ? അല്ല, ഐബ്രോ ഷേപ്പർ. സംഭവം നമുക്ക് മനസ്സിലായി. പറഞ്ഞിട്ട് എന്താ കാര്യം? ഏത് കണ്ണ് പിരികം ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സാധനമാണിത്. ഐബ്രോ ഷേപ്പർ അല്ലെങ്കിൽ ഐബ്രോ ഇറേസർ. അല്ല, ഐബ്രോ ഇറേസർ. റേസർ ഫേഷ്യൽ റേസർ ഏകദേശം കറക്റ്റ് ആണ്. ഐബ്രോ മാത്രമല്ല, എന്റെ സാധനം എന്താ അറിയാം. ഫേസ് ഹെയറും നമ്മളിങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് ഫേസ് ഹെയർ കളയാം ഒന്ന് കാണിക്കും. ഫേസ് ഹെയർ ഇപ്പൊ പിരികൊക്കെ ഇങ്ങനെ മുഖത്ത് എങ്ങനെ ചെയ്യാം? അങ്ങനെ ചെയ്ത പോസ്റ്റ് മോർട്ടം സ്വയം. ഇതിങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് വേണം ചെയ്യാൻ. സാധനം തന്നെയല്ലേ? അറിയില്ല. പേസ്റ്റ് പോലത്തെ സാധനം തുറന്നിട്ട് പിന്നെ എളുപ്പമുള്ളത് ഇതെന്താ നമുക്ക് മനസ്സിലായി. ഇതിന്റെ ഈ ട്യൂബിന്റെ ഒരു വലുപ്പവും ഈ ട്യൂബിന്റെ ഒരു അളവും വലുപ്പം കണ്ടിട്ട് എനിക്ക് സാധനം മനസ്സിലായി. ഇത് പിന്നെ ഇതിന്റെ ഷേപ്പ് കണ്ടപ്പോ പീച്ചിട്ടുണ്ട് ഇങ്ങനെ. അതായത് ഇത് മിക്കവാറും ലിബാം ആയിരിക്കും അല്ലേ? ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യണ കണ്ടുണ്ടാവും, അതാണ് ഇല്ലാത്ത തോന്നിയ ഷേപ്പ് കണ്ടപ്പോ. ഓക്കെ, നെക്സ്റ്റ് വൺ കുറച്ച് ടഫ് ആണ്. അത് വേണേ കണ്ണടച്ചോ. ശരി. എന്ത് തോന്നുന്നു? കോഴിമുട്ട പോലത്തെ എന്തോ ഒരു സാധനമാണ്. കണ്ണു തുറക്കാമോ? കണ്ണു തുറക്കാം. കോഴിമുട്ട ഷേപ്പുള്ള എന്തോ ഒരു സാധനമാണ്. തിന്നാനുള്ളതാണോ? അല്ല. ഇതെന്താ സംഭവം മനസ്സിലായി? എന്താ? എനിക്കറിയാം, കുറച്ച് ടഫായിട്ട് കൊണ്ടുവരൂ. ഇതിപ്പോ മേക്കപ്പ് ചെയ്യണ മേക്കപ്പ് ബ്രഷ് അല്ല, മേക്കപ്പ് പഫ്. സ്പോഞ്ച്. ഇതൊരു സ്പോഞ്ച് കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യുന്ന സാധനം. ഇതെന്താണ് സാധനം എന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? മേക്കപ്പ് ചെയ്യാനുള്ളതാണ്. ശരി, ഈ ഭാഗം കൊണ്ട് എവിടെയാണ് ചെയ്യാ? അത് പറയും. മോത്ത് മുഖത്തെവിടെ? ഇതാണോ?
ഇത് ഷാർപ്പായിട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ട് കണ്ണിന്റെ അടിയിലൊക്കെ ആയിരിക്കും ചെയ്യും. ഈ ഭാഗം ഈ ഭാഗം നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണ്, അതായത് നല്ല കുറെ സ്ഥലത്തുള്ള, അതായത് കഴുത്തിൽ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇത് ഈ ചീക്സിൽ നെറ്റിയും ഒക്കെയാണ് അല്ലേ. ഇതൊക്കെ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവും. മണവാളനോട് ലേഡീസ് പ്രൊഡക്റ്റ് അല്ല ജെൻസിന്റെ ആണ് ചോദിക്കണ്ടേ. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ലേഡീസിന്റെ കാര്യത്തിന് വളരെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയി പോയി. ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഇത് ഒരു സ്പ്രേ ആണ്, പേര് ഇതിവിടെ കാണാനില്ല. സ്പ്രേ ഇതൊരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ്, മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു റോസ് കളറില് കാണുന്നുണ്ട്. ഇത് പറഞ്ഞുതരാം. അതായത് ഇത് ക്ലൻസറോ ഇല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ അല്ല, ക്ലൻസർ ആയിരിക്കും. സ്പ്രേ ആണ്, ഇതാണ്. ഒന്നല്ലെങ്കിൽ മേക്കപ്പ് ഫിക്സർ അല്ലെങ്കിൽ ക്ലൻസർ ആയിരിക്കും. വേണമെങ്കിൽ ഒന്ന് അടിച്ചു തരാം നോക്കാൻ. ഇനിയിപ്പോ വെറുതെ കണ്ടിട്ട് ഇത് റോസ് വാട്ടർ. ട്രൂത്ത് തെറ്റിപ്പോയി. മേക്കപ്പ് റിമൂവർ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞിരുന്നു ക്ലൻസർ ഇല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ അല്ല. മേക്കപ്പ് റിമൂവർ അല്ല, മേക്കപ്പ് റിമൂവർ ഞാൻ പറഞ്ഞിരുന്നു. എന്തെല്ലാം ഈ ഒരു കുപ്പി കണ്ടിട്ട് ഇതിന് സ്പ്രേയുടെ ഉള്ളിൽ എന്തപ്പോ എങ്ങനെ ഇപ്പൊ കാണാൻ പറ്റിയ റോസ് വാട്ടറിന്റെ മണാണുള്ളത്. ഇതിപ്പോ ചെയ്യാ. പക്ഷെ റോസ് വാട്ടറിന്റെ മണം തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ടഫ് ഉള്ള ചോദിക്കാം. സ്പെഷ്യലി ഫോർ യു. ഇതെന്താ, ഇതിനുള്ളിൽ എന്താന്നാണോ? തുറന്നോക്കട്ടെ. തുറന്നോക്കാൻ പറ്റില്ല. ഞാൻ ഈ പെട്ടിനുള്ളിൽ എന്തെന്ന് പറയും. ഓ, ഇതെനിക്കറിയാം. ഇത് മറ്റേ നീ എന്ത് വിചാരിച്ചു ഇത് വെച്ചാല് വയറത്ത് വെച്ചിട്ട് ചൂട് പിടിക്കുന്ന സാധനം, ഹീറ്റർ. അതായത് ഇതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ പീരിയഡ്സ് പെയിൻ ഒക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇലക്ട്രോണിക് ഹീറ്റർ ആണ്. ഇലക്ട്രോണിക് ഹീറ്റർ, പെയിൻ റിമൂവ്, ഇലക്ട്രോണിക് ഹീറ്റർ. ഇതാണ് ഇതിന്റെ ഫങ്ഷൻ. ഇതിന്റെ പേരെന്തെന്ന് നമുക്കറിയില്ല. നമുക്ക് പീരിയഡ്സ് ടൈമിൽ പെയിൻ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ ഒരു റിലീഫ് ഉണ്ടാവും. അതാണ് ഇതിന്റെ ഫങ്ഷൻ. അടുത്ത സാധനം നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ണടക്കണ എന്ത് കണ്ണടക്കണ കണ്ണാ? എന്ത് സാധനം? ഇതില് ബാറ്ററി ഇട്ടില്ലല്ലോ. ബാറ്ററി ഇടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഇലക്ട്രോണിക് ആണ്. കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ച് മറ്റേതല്ലേ? ഇത് പറയടോ. വൈബ്രേറ്റർ അല്ല, എന്താ അതൊന്നല്ല കേട്ടോ. വൈബ്രേറ്റർ. ഇത് പിന്നെ എന്തായിരിക്കും സാധനം? ഇത് ബാറ്ററി ഇട്ട് നോക്കിയാലൊക്കെ മനസ്സിലാവുള്ളൂ. എന്തിപ്പോ ഇത് എന്താന്ന് പറയുന്നത്? ബാറ്ററി ഇടുന്നത്. ബാറ്ററി ഇതില് ഞാൻ തോറ്റിരിക്കുന്നു. ഇത് ഐ മസാജർ ആണ്, അല്ലാണ്ട് ഐ മസാജർ എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് അല്ലേ? അതിന്റെ ഫങ്ഷൻ എന്താ? ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ അല്ലേ? മസാജർ എന്ന് പറഞ്ഞാല് വൈബ്രേറ്ററും മസാജറും വ്യത്യാസം ഉണ്ട് എന്നാണ് വിചാരിച്ചത്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച വൈബ്രേറ്റർ വേറെ. എന്നിട്ടിപ്പോ വളച്ചൊടക്കാൻ നോക്കാം. തെറ്റെങ്കിൽ തെറ്റി. ശരി, ഇതെന്തായാലും കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിന് സാമ്യമുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച നമ്മളെ കണ്ണിന്റെ അടുത്ത കാപ്പൊക്കെ പോകും. കണ്ണടച്ചു. എന്താ കുളിക്കണ ബ്രഷാണോ? അല്ലേ, ഇത് മുടിമക്കായാണോ? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? തോളൊക്കെ ഉണ്ടല്ലോ. മുടിമക്കായല്ല, വലിനില്ല. ഇത്
തേച്ചൊഴിച്ച് കുളിക്കണ സാധനം അല്ലേ? ഉറപ്പിച്ച അല്ലേ? കുളിക്കണ സാധനം വരയ്ക്കണത് അല്ലേ? ഉറപ്പിച്ച ആ ഉറപ്പിച്ച്. ആ ഉറപ്പിച്ച്. തെറ്റി. എന്താ? ഹെയർ ഡോണറ്റ്. എന്താ? മുടി നമ്മളിങ്ങനെ ബാക്കി ഈ പെണ്ണുങ്ങളൊക്കെ ബണ്ണ് ചെയ്ത് കെട്ടുകണ്ടിട ബാക്കില് ഉള്ളിൽ ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് മുടി അതിന്റെ മേലെ ചെയ്തിട്ട് അയിമ മുല്ലപ്പൂ റൗണ്ടി വെക്കാ ചെയ്യാം. ഇത് മണവാള കിട്ടിയിട്ടില്ല. ഹെയർ ഡോണറ്റ്. പെണ്ണുങ്ങളെ മുടിയൊന്നും നോക്കാൻ നേരം കിട്ടില്ല. നോക്കാറില്ല. പിന്നെ എവിടുക്കാ നോക്കാറ്? ബാക്കിയത്തൊക്കെ ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റി. അടുത്തത് ഒരു എക്സ്ക്ലൂസീവ് ഐറ്റാണ്. അത് കണ്ണടച്ചില്ലേലും കിട്ടൊന്നുമില്ല. കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. കണ്ണടച്ചില്ലെങ്കിൽ കണ്ണ് തുറന്നാലും കിട്ടില്ല എന്നല്ലേ? ഇതൊക്കെ അറിയില്ലാന്ന്. ഇതിന്റെ പേരാണ് മെൻസ്ട്രൽ കപ്പ്. എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാല് നമുക്ക് പാഡിനെ കൂടുതൽ ഡ്യൂറബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആണ്, കൂടുതൽ ഡ്യൂറബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് രാവിലെ ഇതാക്കിയാ പിന്നെ വൈകുന്നേരം എടുത്താൽ മതി. കൂടുതൽ കംഫർട്ട് ആണ്. ഒരു വട്ടം വാങ്ങിയാ പിന്നെ ലൈഫ് ടൈം അല്ലല്ലേ? കുറെ വർഷത്തിൽ 10 വർഷം കിട്ടുന്നു. അത് ഓരോ കമ്പനി അനുസരിച്ച്. നല്ല കമ്പനി 10 വർഷം കിട്ടും. ഓക്കെ. അപ്പൊ മെൻസ്ട്രൽ കപ്പ് എടുത്ത സ്ഥിതിക്ക് എന്താണ് മെൻസ്ട്രേഷൻ പീരിയഡ്സ് എന്ന് പറയണത്? കാണാതെ ബയോളജി പഠിച്ച കാണാണ്ട് അറിയാനല്ല. അല്ല, എന്നാ ശരി, മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് സിമ്പിൾ ആയിട്ട് എന്താണ് അതുകൊണ്ട് അറിയണത് പറഞ്ഞാ മതി. പീരിയഡ്സ് എന്ന് പറഞ്ഞാല് പീരിയഡ്സ് ആണ് സംഭവം. അതായത് ഒരു മാസത്തില് ഒരു തവണ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് ഗേൾസിന് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് പീരിയഡ്സ്. അതിന് പേരിന് അതില് നടക്കുന്ന ആ പ്രോസസ്സിന് നടക്കുന്ന പേരാണ് മെൻസ്ട്രേഷൻ അല്ലേ? അതന്നെ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൻസ്ട്രേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ അതിക്ക് അതിന്റെ ഇടയില് നടക്കണെന്നാ പറഞ്ഞത്. അതിന്റെ ഇടയിൽ പറയണത് ശരിക്കും ഒന്ന് ബാക്ക് റിവൈൻഡ് അടിച്ചിട്ട് കേട്ട് നോക്കി. ഞാൻ പറഞ്ഞത് ആ നടക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് മെൻസ്ട്രേഷൻ. ഞാൻ പറഞ്ഞത് കേട്ടോ, നിങ്ങൾ കമന്റ് ഇട്. എന്റെയാണ് മണവാളനാണ് പറഞ്ഞാണ് ശരി, മണവാട്ടി പറഞ്ഞാണ് ശരി. ഇപ്പൊ നിങ്ങൾ കമന്റ് ഇടണം ഇത് ഏതാണ് ശരി എന്നുള്ളത്. എന്റെ ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല, എന്നിട്ട് തല്ലൂടാ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? As a part of recycle process, as part of human body explanation, the blood will outflow from the body. Okay, ഈ ബ്ലഡ് എവിടുന്നാണ് വരുന്നത്? യൂട്രസിന്ന് അല്ലേ? യൂട്രസിന്ന് the blood is expelled from the part of human body. ബ്ലഡ് മാത്രല്ല, അതിന്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. അത് എന്താണെന്നറിയോ? ഞാൻ മറ്റേ ബയോളജിയില് ക്വസ്റ്റ്യൻ ചേർക്കണ പോലെ അതിന്റെ കൂടെ വരുന്നത് ഡിസ്ചാർജ്. അത് അറിയില്ല. വൈറ്റ് ഡിസ്ചാർജ് അതൊന്നല്ല, വേറെ ശരി. ആ ക്വസ്റ്റ്യൻ വേണ്ട. ഇത് എത്ര ഈ മെൻസ്ട്രേഷന്റെ ടൈം പീരീഡ് അറിയോ? 7 days. അതല്ല, സൈക്കിള് എത്ര ഡേയ്സ് സൈക്കിളാണ്? 7 days, 7 ദിവസത്തെ. അത് മെൻസ്ട്രേഷൻ പീരിയഡ്സിന്റെ ആ ഒരു സമയം. അതല്ല, ഇതിനൊരു സൈക്കിൾ ഉണ്ട്. അതായത് ഒരു വട്ടം വന്നിട്ട് പിന്നെ അതെന്ന് വെച്ചാല് ഫസ്റ്റ് ഒരു ദിവസം വന്നിട്ട് പിന്നെ അടുത്ത മാസം പിന്നെ ഒരു ദിവസ കണക്കുണ്ട്. എത്ര ദിവസം അറിയോ? 21 ദിവസം, 22, 23 അല്ല, 28 ആണ്. ഓക്കെ, അത് 28 മൈനസ് 7 അടിച്ച 28 മൈനസ് 21 22 ആണ്. 21 ആണ്ടാ ഞാൻ പറഞ്ഞ കറക്റ്റായി. ആ ദിവസങ്ങൾ കൂട്ടാണ്ടുള്ള ദിവസമാണ് ഞാൻ പറഞ്ഞത്. പീരിയഡ്സ് മെൻസ്ട്രേഷൻ സൈക്കിൾ എന്ന് വെച്ചാൽ 28 ഡേയ്സ് ആണ്. അതില്ല, ഞാൻ മാത്തമാറ്റിക്സ് അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ കറക്റ്റ് കണക്കാണ്, എന്റേതായ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 21 ഞാൻ കറക്റ്റ് ചോദിച്ചു. ഫസ്റ്റ് പീരിയഡ്സ് അടുത്ത പീരിയഡിക്കുള്ള ടൈം ഞാൻ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അറിയില്ലെങ്കിൽ സമ്മതിക്കാം. ഓക്കെ, അത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിയുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അത്
ഇനിയുണ്ടോ കഴിഞ്ഞോ? ഇനിയിപ്പോ എന്താ നമുക്ക് ബാക്കിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ പീരിയഡ്സ്. അല്ല ഇനി സാധനം ഇയാൾക്ക് ഓടിഞ്ച് നോക്കല് കുറച്ച് കൂടുതൽ. നിർത്തിയങ്ങ് അവമാനിക്കുവാണ്. എന്ത് നോക്കല്ലേ? വിചാരിത് എനിക്ക് അറിയില്ല. അതൊക്കെ നമ്മൾ കൊറേ കണ്ടിട്ടുള്ളതാ. പടക്കണ മീനാ. പെടക്കണ മീനോ? ഇത് കാണുന്നവർക്ക് ഇത് മനസ്സിലാവില്ലെങ്കിൽ മണവാളന് മനസ്സിലാവും. കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് പയറ്റി കഴിഞ്ഞാൽ മോളെ ഇതെന്താന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോ ആർക്കും ഇതിപ്പോ കണ്ടിട്ട് ഇത് മനസ്സിലാവണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യും. ഇത് എനിക്ക് മനസ്സിലായി ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയില് വെക്കണ സാധനം അല്ലേ? അല്ലേ തന്നെ ഇത് ഇവിടെ തന്നെ വെക്കുക. കുറച്ചും കയറ്റിട്ട് ഇങ്ങനെ വെക്കണം. രണ്ട് കണ്ണിന്റെ അടിയിലും വെക്കാം തന്നെ. പിന്നെ സംഭവിക്കില്ല. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാവൂല തല ഇറ്റോ. ഇങ്ങനെ ഇങ്ങനെയാണ്. ഇങ്ങനെ തെറ്റിപ്പോയതാ. കണ്ണാടിയിൽ നോക്കി വെച്ചോണ്ട് തലയിൽ. പിന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പൊ വല്ല നമ്മുടെ ഇത് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ വേണ്ടിട്ട് വെക്കുന്ന സാധനമാണ് ഞാൻ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മള് കൊറേ പയറ്റി കഴിഞ്ഞത് നമ്മള്. ഇതൊക്കെ നമ്മള് കൊറേ കണ്ടതാ. പിന്നെ ഇതെന്താ ഞാൻ നോക്കിട്ടല്ലേ ഞാൻ പറയുന്നത്. പിന്നെ കണ്ണ് തുറന്ന എന്താ അതല്ല ഇതെന്താ അറിയോ? എന്താ? ഹെയർ റിമൂവ് ചെയ്യണതിന്റെ കുറ്റി. അതായത് വാക്സ് ഒക്കെ ചെയ്യില്ലേ നമ്മള്? ഹെയർ റിമൂവ് ക്രീം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാക്സ് ഒക്കെ ചെയ്യില്ലേ? അപ്പൊ ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ ചേർന്ന സാധനമാണ് ഇത്. അതിന്റെ ഇത് ശരി. ഹെയർ റിമൂവ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ? വാക്സിൻ. വേറെ കൊറേ ഒരു ഓപ്ഷൻ അല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാക്സിൻ ഉണ്ട്, ട്രിം ചെയ്യാൻ പറ്റും. നല്ല കളിയുണ്ട്. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രിം ചെയ്യാം, ഷേവ് ചെയ്യാം, പറിക്കാം. അന്നെ പോലത്തെ മാനസികമുള്ളവർക്ക് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. കാണിക്കട്ടെ. റോളർ. അത് റോൾ ചെയ്യുന്നുണ്ട്. റോളറാണ് സമ്മതിച്ച്. എന്ത് റോളർ? കുത്തണ സാധനാണ്. മുഖത്തൊന്നും വേദന ഉണ്ടല്ലോ. ഇവിടെ ഈ റോളറാവും. ഇപ്പൊ ലേഡീസ് എന്തായാലും ഇവിടെ തന്നെ റോൾ ചെയ്യാനുണ്ടാവുള്ളൂ. ഐബ്രോ റോളർ അല്ലേ? ഉറപ്പിച്ച് അല്ല, ഇതിന്റെ പേര് ഡർമ റോളർ എന്നാണ്. ഇത് നമുക്ക് നമ്മുടെ ഹെയറിൽ തിന്നിങ്ങുള്ള സ്ഥലത്ത് മിനോക്സിഡിന്റെ ഒപ്പൊക്കെ യൂസ് ചെയ്യാം. തെറ്റി. പിന്നെ നമുക്കിത് ഫേസില് യൂസ് ചെയ്യാം. അതായത് ഹെയറിൽ ഫേസിലൊന്നും യൂസ് ചെയ്ത് വേറെ യൂസ് ചെയ്യണം. ഫേസിൽ യൂസ് ചെയ്യാം, ഐബ്രോയില് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടി പർപ്പസ് ആണ് ഡർമ റോളർ. ഇവിടെ റോൾ ചെയ്യാലോ. പിരിയത്തുമ്പോ റോൾ ചെയ്യാൻ പറ്റുമോ? യെസ് ഓർനോ? യെസ് ഓർനോ പറ. ഉത്തരം ശരിയാണ്. അല്ലേ? ഇതെന്താ ഇത്? ഇവിടെ തന്നെ പറഞ്ഞു ഫേസിലൊക്കെ റോൾ ചെയ്യാന്ന്. ഞാൻ ആദ്യം കണ്ടപ്പോ പറഞ്ഞു റോളറാണ്, പറഞ്ഞല്ല. എന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഐബ്രോ റോളർ. ഇതെന്താ? ഇത് ഐബ്രോ റോൾ ചെയ്തൂടെ? ഇത് ഐബ്രോ റോളറാണ്. ഇത് ഞാൻ മേടിച്ച്. ഇതിന്റെ ഐബ്രോ റോളറാ. എന്താ ഞാൻ ഇന്നും ഇങ്ങോട്ട് ഐബ്രോ റോൾ ചെയ്യാൻ ഞാൻ വേറെ വാങ്ങും. ഞാൻ പറഞ്ഞ അപ്പളും കറക്റ്റ് ആണ് കേട്ടോ. എന്താ ചെയ്യേ? ഇതൊരു ലിക്വിഡാണ്. നേരത്തെ
നമ്മുടെ Makeup മേക്കപ്പ് റിമൂവർ എന്തായാലും അപ്പൊ ഞാൻ എന്തായാലും അതാവില്ല. ഇതൊന്ന് മണത്തോക്കാൻ തരുമോ? ഓ. അയ്യോ എന്തേ ഇതിന്മേൽ എഴുതിയുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കിട്ടി. ഇത് ട്യൂടെക്സ് ഒക്കെ റിമൂവർ അല്ലേ? മണത്ത് കണ്ടുപിടിക്കും. അത്ര വലിയ മൂക്കാണ്. ഓക്കെ. അടുത്തൊരു സാധനം ഉണ്ട്. ഇത് എളുപ്പാണ്. അയ്യോ ഇതിന്മേൽ എഴുതിയുണ്ട്. ഇതാ നോക്കണില്ല. കളർ നോക്കട്ടെ. ഇത് ലിപ് ലൈനർ അല്ലേ? ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഐബ്രോ ലൈനർ. ഞാൻ എളുപ്പമുള്ള കൊടുത്തതാ പാവല് ചോദിച്ചിട്ട്. ഒറ്റ നടത്തില്ല. ഇതാ അവിടെ ക്യാമറ കാണട്ടെ. ട്യൂടെക്സ് അല്ല ഐലൈനർ. രണ്ടെണ്ണം സാധനം ഇങ്ങനെ വരാറുണ്ട്. ഒന്ന് ട്യൂടെക്സ് വരാറുണ്ട്, ഐലൈനർ വരാറുണ്ട്. മിക്കവാറും ഇവിടെ ട്യൂടെക്സ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഐലൈനർ. അല്ല നെയിൽ പോളിഷാ. ഞാൻ ഇയാളെ ഐലൈനർ പറയാൻ വിചാരിച്ചിട്ട് എടുത്തതാ, പക്ഷെ ഇത് നെയിൽ പോളിഷാ. ട്യൂടെക്സ് തന്നെയല്ലേ നെയിൽ പോളിഷർ? നെയിൽ പോളിഷാ ഇത്. ഞാൻ ഇവിടെ ഇത് യൂസ് ചെയ്യാറില്ല. ഐലൈനർ എന്തായാലും ഒരുവിധം എല്ലാവർക്കും അറിയാം. ഞാൻ വെച്ചത് ഞാൻ പറഞ്ഞു, ഞാൻ കുപ്പി കണ്ടപ്പോ പറഞ്ഞു രണ്ട് സാധനമാണ് ഇങ്ങനെ ഇറങ്ങുന്നത്, ഐലൈനറും അതുപോലെ തന്നെ ട്യൂടെക്സും. ട്യൂടെക്സ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഐലൈനർ എന്ന് പറഞ്ഞു. സാധനം എന്ത് ഇത് നമ്മളങ്ങനെ പ്രൊഡിക്ഷൻസ് തെറ്റാറില്ല, പക്ഷെ ഇവിടെ ഇന്നെ കുഴപ്പിച്ചത് അത്. അപ്പൊ ഗൈസ് നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് എടുക്കാൻ പോവാണ്. അതും ഏകദേശം സിമ്പിൾ ആണ്, കാണിക്കൂല കേട്ടോ. ഇവിടെ ഇതിന്റെ പേര് എഴുതിയുണ്ട്. ഈ പാക്കറ്റ് കണ്ടാ അറിയാൻ പറ്റും ഏകദേശം തന്നെ എന്താണ് സാധനം എന്ന്. അത് വായിക്കണം എന്നൊന്നും അറിയില്ല. ഇതെന്താണ് വേറെ അറിയാം? നമ്മുടെ മുഖം നടക്കുന്ന ടിഷ്യൂ വൈപ്സ്. എന്താണ് യൂണിസെക്സ് ആയിട്ട് യൂസ് ആണ് വൈപ്സ്. പിന്നെ ഞാന് വെറുതെ എടുത്തതാണ്, അറിയോ നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ ഉള്ള എല്ലാം 100% ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞില്ല, റോളർ പിരിയത്തുമ്പോ റോൾ ചെയ്യുന്നതല്ല നല്ലത്. പിരിയുമ്പോ റോൾ ചെയ്യും, അത് കൂട്ടില്ല. പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ വേറെ എന്തോ കൂടി പറഞ്ഞിട്ടില്ല. എന്താന്ന് ഓർമ്മയില്ല. നിങ്ങൾ കമന്റ് ഇടുക ഏതൊക്കെ എത്ര മാർക്ക് എത്ര എണ്ണം. ഇത് എത്ര മാർക്ക്? ഇത് എന്തായാലും പാസ് മാർക്ക് ഒന്നല്ല, നല്ലൊരു 99.9% ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ഒരു കണക്ക്. ഓക്കെ. അപ്പൊ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത്? വിജയിച്ചോ തോറ്റോ? നിങ്ങളൊന്നും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാലാണ് എനിക്കൊരു സംതൃപ്തി സമാധാനം ആവുള്ളൂ. ഇത് ഇത്ര എളുപ്പമുള്ള പ്രൊഡക്ട്സ് ആയിട്ട് പറഞ്ഞു. ഇനി ഞാൻ കുറച്ചുകൂടെ തീരെ കിട്ടാത്ത ടഫുള്ള സാധനങ്ങളായിട്ട് വരും. അത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്. പാർട്ട് വേണമെങ്കിൽ. ഇതിന് ടഫ് ഉണ്ടോ? എത്ര ടഫ് ഇതായാലും ഞാൻ പറയും. ഇതെല്ലാവർക്കും കിട്ടും, പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത സാധനമായിട്ട്, അത് പെൺകുട്ടികൾക്ക് പോലും അറിയാത്ത സാധനമായിട്ട്. ശരി, അപ്പൊ അത് പാർട്ടി വേണമെന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. ഇതിന് രസകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഓക്കെ, ബൈ.